ഗൈസ്, രാത്രി കാലങ്ങളിൽ കാട്ടുപന്നിയും മാനുകളൊക്കെ സ്ഥിരമായിട്ട് വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. വെള്ളമെല്ലാം വറ്റി തുടങ്ങുന്ന സമയത്ത് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പന്നിയും മാനൊക്കെ ഇതിനകത്ത് വന്ന് കിടക്കുന്നത്. ഇതിനകത്ത് വന്ന് കിടക്കുക മാത്രമല്ല, ഇവർക്ക് വേറൊരു പരിപാടിയും കൂടിയുണ്ട്. അതിനു മുമ്പ് ഇതൊന്ന് കണ്ടോ. ഇത് നമ്മുടെ പറമ്പിലെ കോൺക്രീറ്റ് ചെയ്ത് വെച്ച കമ്പി വേലിയാണ്. പക്ഷെ ആനയ്ക്കതൊരു വിഷയമല്ലല്ലോ, അതുകൊണ്ട് അവൻ അത് തകർത്ത്. ഇത് കുറച്ചു കാലം മുമ്പ് ഞങ്ങളുടെ പറമ്പിൽ ആന വന്ന് മറിച്ചൊരു പനയാണ് കേട്ടോ. രാത്രി ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് രണ്ട് കൊമ്പന്മാർ ഈ പന പൊളിച്ച് തിന്നുകൊണ്ടിരുന്നത്. നല്ല വാളംപുള്ളിയുടെ മരമൊക്കെ ഉണ്ട് നമ്മുടെ പറമ്പിൽ, അതുകൊണ്ട് കൊരങ്ങന്മാർക്ക് തിന്നാൻ പുളിയായി. ഇനി പന്നികൾക്കും മാനുകൾക്കും വേറൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണിത്. ചെളിയിൽ കടന്ന് ഉരുണ്ടതിന് ശേഷം മരത്തിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരയ്ക്കും. അപ്പൊ അതിന്റെ ദേഹത്തുള്ള ചെള്ളും പ്രാണികളെല്ലാം പോകും. അത് പന്നി ഉരച്ചതാണെങ്കിൽ ഇത് മാനിന്റെ ആണ് കേട്ടാ. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. ഇത് മാനിന്റെ വേറൊരു പരിപാടിയാണ് കേട്ടാ. കൊമ്പ് കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുക മരത്തിൽ. അതിന്റെ അടയാളമാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള ചെടിയാണ് കേട്ടാ. കള്ളിമുൾ ചെടി. ഈ മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന ചെടി പോലെ തോന്നും. ഇതിങ്ങനെ കുലുക്കി നോക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ഉണ്ട് കേട്ടോ. കയ്യിൽ കുത്താൻ പാടില്ല, നല്ല മുള്ളാണേ. അങ്ങനെ പറമ്പിക്കൂടെ നടന്നപ്പോൾ മയിലും കുയിലും ഒരുമിച്ച് കാക്കക്കുയിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ തെണ്ടൽ കഴിഞ്ഞു, നേരെ കൽപ്പാത്തി തേര് കാണാൻ പോവാണ്. അപ്പൊ 16-ാം തീയതി വരെയുള്ള തേര്, ഇന്ന് 15-ആയി. അപ്പൊ എല്ലാവരും പോയി കാണുക, ഞാനും ഉണ്ടാവും അവിടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക. ടാറ്റ ബൈ ബൈ, സീ യു.